എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെക്കൻഡ് സെമസ്റ്ററിലെ മെക്കാനിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂളായ റൊട്ടേഷണൽ മെക്കാനിക്സ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ റൊട്ടേഷണൽ മോഷൻ്റെ പൊതുവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ നാം ഇവിടെ പരിചയപ്പെട്ടത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആയിരുന്നു. നമുക്കറിയാം, ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ആക്സിസിൽ നിന്നും r ഡിസ്റ്റൻസ് അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന m മാസുള്ള സിംഗിൾ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² ആണ്. ഓർ ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ വേണ്ടി അതിൻ്റെ മാസിനെ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലേക്ക് വരുമ്പോൾ ആക്സിസിന് എറൗണ്ടായിട്ട് ഒരുപാട് ഡിസ്റ്റൻസുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ലഭിക്കുന്നതിന് ഓരോ ചെറിയ പാർട്ടിക്കിളിനെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണുകയും അവയുടെ ടോട്ടൽ സമ്മ കണ്ടുപിടിക്കുകയും ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ കണ്ടത് റെഗുലർ ഷേപ്പുള്ള ബോഡീസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. നമ്മളവിടെ എക്സാമ്പിളായി കൺസിഡർ ചെയ്തിരുന്നത് ഒരു റിങ്ങിൻ്റെ കേസായിരുന്നു. ഇത്തരത്തിൽ റെഗുലർ ഷേപ്പുള്ള ബോഡീസിലേക്ക് വരുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്തുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്, ഏത് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ബോഡിയെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ചെറിയ പാർട്സുകളായി ഡിവൈഡ് ചെയ്യും. ഓരോ പാർട്ടിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കും. ഇത്തരത്തിൽ എല്ലാ പാർട്ടിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകളുടെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബോഡിയുടെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ഇതോടൊപ്പം തന്നെ ചില പർട്ടിക്കുലർ ആക്സിസുകൾക്ക് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ മറ്റു ചില ആക്സിസുകൾക്ക് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ലഭിക്കുന്നതിനായി നമ്മൾ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നിവ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏതാനും റെഗുലർ ഷേപ്പുള്ള ബോഡീസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 4 ബോഡീസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എ തിൻ റോഡ്, സെക്കൻഡ് വൺ എ സർക്കുലർ ഡിസ്ക്, തേർഡ് വൺ ആൻ ആനുലാർ ഡിസ്ക് ആൻഡ് ഫോർത്ത് വൺ എ സോളിഡ് സിലിണ്ടർ. ആദ്യ കേസിലേക്ക് പോകാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ റോഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുമ്പോൾ തീർച്ചയായും ഏത് ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നാം സ്പെസിഫൈ ചെയ്യണം. ഇവിടെ തിൻ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പോകുന്നത് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. നമ്മളൊരു തിൻ റോഡ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണ്. ഈ തിൻ റോഡിൻ്റെ ലെങ്ത് L ആണ്. ദാറ്റ് മീൻസ് L ലെങ്തിലായിട്ട് ക്യാപിറ്റൽ M മാസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു. അങ്ങനെയെങ്കിൽ യൂണിറ്റ് ലെങ്തിലുള്ള മാസ് ഓർ മാസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ m എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M/L. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിസ് എന്ന് പറയുന്നത് ഈ തിൻ റോഡിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്നതും ഈ തിൻ റോഡിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതുമായ ആക്സിസാണ്. ആ ആക്സിസ് നമ്മൾ വരയ്ക്കുന്നു. അതിനെ Z എന്ന് പേരിടുന്നു. ഡെഫിനറ്റ്ലി ഈ ആക്സിസിൽ നിന്നും ഏതെങ്കിലും ഒരു എഡ്ജിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് L/2 ആയിരിക്കും. ഇവിടെ ഈ തിൻ റോഡിൽ നമ്മളൊരു ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ആ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ആക്സിസിൽ നിന്നും y ഡിസ്റ്റൻസ് ദൂരത്തിലാണ്. ആ സ്ട്രിപ്പിൻ്റെ തിക്നെസ് എന്നുള്ളത് dy ആണ്. യൂണിറ്റ് ലെങ്ത്തിൽ സ്മോൾ m മാസ് ഈ തിൻ റോഡിനുണ്ടാവുമെങ്കിൽ dy ലെങ്തിൽ തീർച്ചയായിട്ടും m ഇൻറ്റു dy മാസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ആ ചെറിയ സ്ട്രിപ്പിൻ്റെ മാസ് നമുക്കറിയാം, ആക്സിസിൽ നിന്നും അതിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ആ ചെറിയ സ്ട്രിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ സ്ട്രിപ്പിൻ്റെ മാസ് ഇൻറ്റു ആക്സിസിൽ നിന്നും അതിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് സ്മോൾ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു m dy ഇൻറ്റു y². ഈ ചെറിയ എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ എങ്ങനെയാണ് കംപ്ലീറ്റ് തിൻ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്?
ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇത്തരം ചെറിയ സ്ട്രിപ്പുകളെ ആക്സിസിൽ നിന്നും റൈറ്റ് സൈഡിൽ ഒരു L/2 ഡിസ്റ്റൻസ് മുതൽ ആക്സിസിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ ഒരു L/2 ഡിസ്റ്റൻസ് വരെ റെഗുലറായി അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ കംപ്ലീറ്റ് തിൻ റോഡ് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ -L/2 മുതൽ +L/2 വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ചെറിയ സ്ട്രിപ്പുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ഈ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ സമ്മേഷൻ വിൽ ബിക്കം ഇൻ്റഗ്രേഷൻ. അതുകൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റോഡ് I is equal to integral -L/2 to +L/2 m y square dy. y സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് y³ 3 ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത ശേഷം ലിമിറ്റ്സുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റോഡ് ഈസ് ഈക്വൽ ടു 2m L³ 24. എന്നാൽ സ്മോൾ m എന്നുള്ളത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I is equal to 2M L³ divided by 24L. After simplification, we get moment of inertia of a thin rod about an axis passing through its center and perpendicular to its length I is equal to m L² divided by 12. അടുത്തത് ഇതേ തിൻ റോഡിൻ്റെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിക്കുന്നു. About an axis passing through its one end and perpendicular to its length. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത സെയിം തിൻ റോഡ് തന്നെ എടുക്കുന്നു. സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസ് ഉണ്ട്, ലെങ്ത് L തന്നെയാണ്. ഒരു യൂണിഫോം ആയിട്ടുള്ള തിൻ റോഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് റോഡിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിലായിരിക്കും. ഇവിടെ എടുത്തിരിക്കുന്ന Z എന്ന് പറഞ്ഞ ആക്സിസ് എക്സാക്ട്ലി സെൻറ്ററിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് ഈ ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തന്നെയാണ്. അതിനെ ICM എന്ന് വിളിക്കാം. ആ വാല്യൂ ഇപ്പോൾ നമുക്ക് ഉണ്ട്. ICM ഈസ് ഈക്വൽ ടു m L² 12. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് ഈ തിൻ റോഡിൻ്റെ ഒരു എഡ്ജിൽ കൂടി കടന്നു പോകുന്ന ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അത്തരമൊരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടെത്തേണ്ടത്. ഈ ആക്സിസുകൾക്കിടയിലുള്ള ദൂരം നമുക്കറിയാവുന്നതുപോലെ L/2 ആണ്. നമ്മളിവിടെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നു. പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് I ഈസ് ഈക്വൽ ടു ICM പ്ലസ് MA² ആണ്. അവിടെ A എന്ന് പറഞ്ഞാൽ രണ്ട് ആക്സിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫിക്കേഷന് ശേഷം വി ഗെറ്റ് I ഈസ് ഈക്വൽ ടു m L² 3. അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ സർക്കുലർ ഡിസ്ക്. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്തേണ്ടത് about an axis passing through its center and perpendicular to its plane. നമ്മൾ വളരെ തിൻ ആയിട്ടുള്ള ഒരു സർക്കുലർ ഡിസ്ക് കൺസിഡർ ചെയ്യുന്നു. ആ ഡിസ്കിൻ്റെ മാസ് എന്നുള്ളത് M. നമുക്കിവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടെത്തേണ്ട ആക്സിസ് സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ്. ആ ആക്സിസിനെ Z എന്ന് പേര് വിളിക്കുന്നു. ഈ ഡിസ്കിൻ്റെ റേഡിയസ് R ആണെങ്കിൽ ഡിസ്കിൻ്റെ ഏരിയ എന്നുള്ളത് πr² ആയിരിക്കും. ദാറ്റ് മീൻസ് πr² ഏരിയയിലായി M മാസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു. എങ്കിൽ യൂണിറ്റ് ഏരിയയിലുള്ള മാസ് ഓർ മാസ് പെർ യൂണിറ്റ് ഏരിയ സിഗ്മ എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു m ഡിവൈഡഡ് ബൈ πr². ഇവിടെ ഈ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഈ ഡിസ്കിലുള്ള ഒരു റിങ് കൺസിഡർ ചെയ്യുന്നു. ആ റിങ്ങിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ r ആണ്. തിക്നെസ് എന്ന് പറയുന്നത് dr ആണ്.
നമ്മൾ ആ റിങ്ങിനെ മാത്രം ഒന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ ആർ റേഡിയസ് ഉള്ള dr തിക്നെസ് ഉള്ള ഒരു സർക്കുലാർ റിംഗ്. ഇത്തരത്തിലൊരു സർക്കുലാർ റിങ്ങിൻ്റെ ഏരിയ എന്നുള്ളത് 2πr dr ആയിരിക്കും. ഈ സർക്കുലാർ ഡിസ്കിലെ യൂണിറ്റ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ മാസ് ഉണ്ടെങ്കിൽ 2πr dr ഏരിയ ഉള്ള പോർഷൻ്റെ മാസ് എന്ന് പറയുന്നത് 2πr dr ഇൻറ്റു സിഗ്മ ആയിരിക്കും. ഇപ്പോൾ കൺസിഡർ ചെയ്ത റിങ്ങിൻ്റെ മാസ് നമുക്കറിയാം, ആ റിങ്ങിൻ്റെ റേഡിയസ് നമുക്കറിയാം. ഒരു റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് റിങ്ങിൻ്റെ മാസ് ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. ദെയർഫോർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് റിംഗ് ഈസ് ഈക്വൽ ടു 2π സിഗ്മ dr r³. ടോട്ടൽ സർക്കുലാർ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ നമുക്ക് കണ്ടെത്താം? ഈ സർക്കുലാർ ഡിസ്ക് എപ്രകാരം കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാം എന്നൊന്ന് ആലോചിക്കുക. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പോലെയുള്ള റിങ്ങുകൾ കോൺസെൻട്രിക് ആയിട്ട് ഒന്നിന് പുറത്ത് മറ്റൊന്ന് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ കംപ്ലീറ്റ് സർക്കുലാർ ഡിസ്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയെങ്കിൽ കംപ്ലീറ്റ് സർക്കുലാർ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ഏതൊക്കെ റിങ്ങുകളെയാണോ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകളുടെ ടോട്ടൽ എടുത്താൽ മതിയാകും. എങ്കിൽ ഈ റിങ്ങുകളെ എവിടെ മുതൽ എവിടെ വരെ അറേഞ്ച് ചെയ്യണം? തീർച്ചയായും ഏറ്റവും സെൻറ്ററിൽ ഉള്ള റിങ്ങിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഏറ്റവും എക്സ്ട്രീമിൽ ഓർ സർക്കുലാർ ഡിസ്കിൻ്റെ എഡ്ജിൽ ഉള്ള റിങ്ങിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആയിരിക്കും. അത്തരത്തിൽ റേഡിയസിൻ്റെ വാല്യൂ 0 മുതൽ ക്യാപിറ്റൽ R വരെ വേരി ചെയ്ത് കിടക്കുന്ന ഒരുപാട് റിങ്ങുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകളുടെ ടോട്ടൽ എടുത്താൽ നമുക്ക് ഈ സർക്കുലാർ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ലഭിക്കും. മുൻപ് പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതിനാൽ സമ്മേഷൻ ഇൻ്റഗ്രേഷനായി തീരും. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർക്കുലാർ ഡിസ്ക് I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to r 2π സിഗ്മ r³ dr. r³ ഇൻ്റഗ്രൽ എന്നുള്ളത് r⁴/4 ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, വി ഗെറ്റ് I ഈസ് ഈക്വൽ ടു 2π സിഗ്മ r⁴/4. സിഗ്മയുടെ വാല്യൂ നമുക്കറിയാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π ഇൻറ്റു m/πr² ഇൻറ്റു r⁴/4. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ നിന്നും പൈ ക്യാൻസൽ ചെയ്ത് കളയാം. ന്യൂമറേറ്ററിൽ r⁴, ഡിനോമിനേറ്ററിൽ r². സിംപ്ലിഫിക്കേഷന് ശേഷം വി ഗെറ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലാർ ഡിസ്ക് about an axis passing through its center and perpendicular to its plane I is equal to mr²/2. ഇതേ സർക്കുലാർ ഡിസ്കിൻ്റെ തന്നെ ഡയമീറ്ററിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത സെയിം സർക്കുലാർ ഡിസ്ക് തന്നെ എടുക്കുന്നു. ആ ഡിസ്ക് XY പ്ലെയിനിലാണുള്ളത്. IX, IY, IZ എന്നിവയാണ് എക്സ്, വൈ, ഇസഡ് എന്നീ ആക്സിസുകൾക്ക് അറൗണ്ട് ആയിട്ടുള്ള ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്കിൽ നമുക്കറിയാം സിമ്മട്രി അനുസരിച്ച് എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും വൈ ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ഈക്വൽ ആയിരിക്കും. ഫിഗറിൽ തന്നെ വ്യക്തമാണ് ഈ രണ്ട് ആക്സിസുകളും ഈ സർക്കുലാർ ഡിസ്കിൻ്റെ ഡയമീറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്സിസുകൾക്ക് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ ഡയമീറ്ററിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ID എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. IZൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തു കഴിഞ്ഞു. ഇറ്റ് ഈസ് mr²/2. ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം IZ ഈസ് ഈക്വൽ ടു IX + IY ആണ്. IXൻ്റെയും IYയുടെയും വാല്യൂ ID ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ID + ID ഓർ 2ID. നമുക്ക് കിട്ടുന്നത് IZ ഈസ് ഈക്വൽ ടു 2ID എന്നാണ്. IZൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2ID ഈസ് ഈക്വൽ ടു mr²/2 എന്ന് കിട്ടും.
അതിൽ നിന്നും ID or moment of inertia of a circular disk about its diameter is equal to mr²/4 എന്ന് ലഭിക്കും. അടുത്തത് ഒരു ആനുലാർ ഡിസ്കിൻ്റെ കേസാണ്. നമ്മൾ കണ്ടെത്തേണ്ട മൊമെന്റ് ഓഫ് ഇനേർഷ്യ about an axis passing through its center and perpendicular to its plane. നമ്മളൊരു ആനുലാർ ഡിസ്ക് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് M ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. Z എന്ന് പേര് വിളിക്കുന്നു. ഈ ആനുലാർ ഡിസ്കിൻ്റെ ഔട്ടർ റേഡിയസ് R ഇന്നർ റേഡിയസ് r ആണെങ്കിൽ ഈ ആനുലാർ ഡിസ്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് π × R² - r² ആയിരിക്കും. മുൻപ് പറഞ്ഞ സെയിം ആർഗ്യുമെൻ്റ് എടുത്താൽ ആനുലാർ ഡിസ്കിൻ്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ളത് വിച്ച് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് സിഗ്മ ഈസ് ഈക്വൽ ടു m / π R² - r². സർക്കുലാർ ഡിസ്കിൻ്റെ കേസിൽ എങ്ങനെയാണോ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പ്രൊസീഡ് ചെയ്തത്, സെയിം ടെക്നിക് ഇവിടെയും യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആക്സിസിൽ നിന്നും x ദൂരെ അകലത്തിൽ dx തിക്നെസ് ഉള്ള ഒരു റിങ് കൺസിഡർ ചെയ്യുന്നു. റിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2πx dx ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു സിഗ്മ ആയിരിക്കും. ഈ പർട്ടിക്കുലർ മാസുള്ള എക്സ് റേഡിയസ് ഉള്ള റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 2π സിഗ്മ dx ഇൻറ്റു x³ ആണ്. ഇവിടെ കൺസിഡർ ചെയ്ത റിംഗ് യൂസ് ചെയ്ത് എങ്ങനെ ആനുലാർ ഡിസ്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം? സർക്കുലാർ ഡിസ്കിൽ പറഞ്ഞതുപോലെ ആനുലാർ ഡിസ്കുകളെ കോൺസെൻട്രിക് ആയിട്ട് ഒന്നിന് പുറമെ ഒന്നായി അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ടോട്ടൽ ആനുലാർ ഡിസ്ക് ഉണ്ടാക്കിയെടുക്കാം. അത്തരത്തിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ആനുലാർ ഡിസ്കിൻ്റെ ഇന്നർ റിങ്ങിൻ്റെ റേഡിയസ് r ഔട്ടർ റിങ്ങിൻ്റെ റേഡിയസ് R ആയിരിക്കും. സോ r മുതൽ R വരെ റേഡിയസുകളുള്ള ഒരുപാട് റിങ്ങുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകളുടെ സം എടുത്താൽ നമുക്ക് ആനുലാർ ഡിസ്കിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാം. ഇവിടെയും സമ്മേഷൻ വിൽ ബിക്കംസ് ഇൻ്റഗ്രേഷൻ ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ആനുലാർ ഡിസ്ക് I is equal to integral 0 to r 2π sigma x³ dx. x³ ഇൻ്റഗ്രൽ എന്നുള്ളത് x⁴/4 ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ലിമിറ്റിംഗ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്താൽ we get I is equal to 2π sigma R⁴ minus r⁴ whole divided by 4. സിഗ്മയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്നത് I is equal to 2π ഇൻറ്റു M ഡിവൈഡഡ് ബൈ π ഇൻറ്റു R² മൈനസ് r² ഇൻറ്റു R⁴ മൈനസ് r⁴ ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇവിടെ R⁴ മൈനസ് r⁴ എന്നുള്ളതിനെ a² മൈനസ് b² ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന ഫോമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വി ഗെറ്റ് 2π ഇൻറ്റു M ഡിവൈഡഡ് ബൈ π ഇൻറ്റു R² മൈനസ് r² ഇൻറ്റു R² പ്ലസ് r² ഇൻറ്റു R² മൈനസ് r² ഹോൾ ഡിവൈഡഡ് ബൈ 4. ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും പൈ ക്യാൻസൽ ചെയ്യാം. സിമിലർലി R² മൈനസ് r² രണ്ടിടത്ത് നിന്നും ക്യാൻസൽ ചെയ്യാം. 2ഉം 4ഉം തമ്മിൽ സിംപ്ലിഫൈ ചെയ്യാം. ഫൈനലി വി ഗെറ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ആനുലാർ ഡിസ്ക് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ I is equal to m R² പ്ലസ് r² ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇതേ ആനുലാർ ഡിസ്കിൻ്റെ ഡയമീറ്ററിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും കണ്ടെത്താം. ഇപ്പോൾ കൺസിഡർ ചെയ്ത സെയിം ആനുലാർ ഡിസ്ക്
അത് എക്സ് വൈ പ്ലെയിനിലാണുള്ളത്. എക്സ് വൈ ഇസഡ് ആക്സിസുകൾക്ക് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് ഐ വൈ ഐ ഇസഡ് ആണ്. സിമ്മട്രി അനുസരിച്ച് ഐ എക്സും ഐ വൈയും ഈക്വലാണ്. ഇത് രണ്ടും ഡയമീറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസ് ആയതിനാൽ അവയെ ഐ ഡി എന്ന് വിളിക്കാം. ഐ ഇസഡിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നു. ഐ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ, അതിനെ 2id എന്ന് വിളിക്കാം. ഓർ ഐ ഇസഡ് ഈസ് ഈക്വൽ ടു 2id ആണ്. ഐ ഇസഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2id ഈസ് ഈക്വൽ ടു എം ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതിൽ നിന്നും ഐ ഡി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് ലഭിക്കും. അവസാനമായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സോളിഡ് സിലിണ്ടറിനെയാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദ ആക്സിസ് ഓഫ് സിമെട്രി. നമ്മളൊരു സോളിഡ് സിലിണ്ടർ എടുക്കുന്നു. ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം. ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഈ സിലിണ്ടറിൻ്റെ ലെങ്ത്തിന് എലോങ് ആയി എക്സാക്റ്റ് സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസാണ് ഇതിൻ്റെ ആക്സിസ് ഓഫ് സിലിണ്ടറിക്കൽ സിമെട്രി. ഇവിടെ നമ്മൾ ഈ സോളിഡ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയ സർക്കുലാർ ഡിസ്ക് പോർഷൻ കൺസിഡർ ചെയ്യുന്നു. ആ സർക്കുലാർ ഡിസ്ക് പോർഷൻ്റെ മാസ് സ്മോൾ എം ആണെങ്കിൽ സ്മോൾ എം മാസുള്ള ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സർക്കുലാർ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളത് എം ആർ സ്ക്വയർ ബൈ 2 ആണ്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തതുപോലുള്ള സർക്കുലാർ ഡിസ്കുകൾ ഒന്നിന് മുകളിൽ ഒന്നായി ഒരുപാടെണ്ണം അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് സോളിഡ് സിലിണ്ടർ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയെങ്കിൽ ഈ സോളിഡ് സിലിണ്ടറിൻ്റെ മൊത്തം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരം ചെറിയ സർക്കുലാർ ഡിസ്കുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകളുടെ സം എടുത്താൽ മതിയാകും. തന്നിരിക്കുന്ന ഇക്വേഷനിൽ R2 എന്നിവ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവ സമ്മേഷൻ സിമ്പലിൻ്റെ പുറത്ത് പോകും. ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഹോൾ സിലിണ്ടർ ഐ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു സമ്മേഷൻ ഓവർ എം എന്ന് കിട്ടും. സ്മോൾ എം മാസുകൾ സം ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സിലിണ്ടറിൻ്റെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം ആണ്. അതുകൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സോളിഡ് സിലിണ്ടർ എബൌട്ട് ദ ആക്സിസ് ഓഫ് സിമ്മട്രി ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 എന്ന് ലഭിക്കും. ഇതേ സോളിഡ് സിലിണ്ടറിൻ്റെ തന്നെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എപ്രകാരം കണ്ടുപിടിക്കുന്നുവെന്ന് നോക്കാം. മുൻപ് നമ്മളെടുത്ത സെയിം സോളിഡ് സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു. മാസ് ക്യാപിറ്റൽ എം, ലെങ്ത്ത് എൽ. എങ്കിൽ യൂണിറ്റ് ലെങ്ത്തിലെ മാസ് ഓർ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു എം ബൈ എൽ. ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. നമുക്കിവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ട ആക്സിസ് അതിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്നതും ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുമുള്ള ആക്സിസ് ആയിരിക്കണം. ആ ആക്സിസിനെ ഇസഡ് ഡാഷ് എന്ന് വിളിക്കുന്നു. ഈ ആക്സിസിൽ നിന്നും ഏതെങ്കിലും എഡ്ജിലേക്കുള്ള ദൂരം L/2 ആയിരിക്കും. ഇവിടെയും നമ്മൾ മുൻപ് ചെയ്തതുപോലെ ഒരു സർക്കുലാർ ഡിസ്ക് കൺസിഡർ ചെയ്യുന്നു. ആ ഡിസ്ക് എന്നുള്ളത് ആക്സിസിൽ നിന്നും y ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കും. അതിൻ്റെ തിക്നെസ് എന്നുള്ളത് dy ആയിരിക്കും. ആ ഡിസ്കിനെ കൺസിഡർ ചെയ്താൽ വി ഹാവ് എ സർക്കുലാർ ഡിസ്ക് ഓഫ് തിക്നെസ് dy ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ ആർ. യൂണിറ്റ് ലെങ്ത്തിലെ മാസ് അറിയാവുന്നതുകൊണ്ട് dy ലെങ്ത് ഉള്ള ഓർ തിക്നെസ് ഉള്ള ഈ ഡിസ്കിൻ്റെ മാസ് എന്ന് പറയുന്നത് m/l ഇൻറ്റു dy ആയിരിക്കും. നാം ഇവിടെ ഡിസ്കിൻ്റെ ഡയമീറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. ഈ ഡിസ്കിൻ്റെ മാസ് നമുക്കറിയാം, റേഡിയസ് നമുക്കറിയാം. ഒരു ഡിസ്കിൻ്റെ മാസും റേഡിയസും അറിയാമെങ്കിൽ അതിൻ്റെ ഡയമീറ്ററിന് എബൌട്ട് ആയിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ മാസ് ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഡിസ്ക് ഈസ് ഈക്വൽ ടു m/l dy ഇൻറ്റു ആർ സ്ക്വയർ ബൈ 4.
ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ആക്സിസുകളെ കാണാവുന്നതാണ്. ആ ആക്സിസുകളെ മാത്രം ഒന്ന് എൻലാർജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് 2 പാരലൽ ആക്സസ്. അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് y ആണ്. അതിലെ ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ആക്സിസ് എന്ന് പറയുന്നത് എടുത്തു വച്ചിരിക്കുന്ന സർക്കുലാർ ഡിസ്ക് ഓർ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ്. ഈ ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് ഇപ്പോൾ നമ്മളുടെ കൈവശമുള്ളത്. അങ്ങനെയെങ്കിൽ പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് നമുക്കറിയാം z എന്ന ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ലഭിക്കുന്നതിന് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയോട് കൂടി ആഡ് ചെയ്യണം ആ ബോഡിയുടെ ടോട്ടൽ മാസ് ഇൻറ്റു ആക്സിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് z എന്ന് പറഞ്ഞ ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള ആ ചെറിയ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. അങ്ങനെയെങ്കിൽ ഈ എൻറ്റയർ സിലിണ്ടറിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ ലഭിക്കും? മുൻപ് നമ്മൾ ഫോളോ ചെയ്ത സെയിം ടെക്നിക് യൂസ് ചെയ്തു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി എൻറ്റയർ സിലിണ്ടർ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയെ -L/2 മുതൽ +L/2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ I is equal to integral -L/2 to +L/2 m/L r²/4 into dy plus integral -L/2 to +L/2 m/L y² dy. ഡിവൈയുടെ ഇൻ്റഗ്രൽ y ആണ്. സിമിലർലി y² ഡിവൈയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് y³/3 ആണ്. രണ്ട് ടേമുകളും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ലിമിറ്റ് അപ്ലൈ ചെയ്യുകയും ചെയ്താൽ നമുക്ക് കിട്ടും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സിലിണ്ടർ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് I is equal to m into r² by 4 plus L² by 12.